നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28 ബുധനാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിച്ചാൽ ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. റിസൾട്ടുകൾക്ക് മുന്നോടിയായി ഫോക്കസിലുണ്ടായിരുന്ന എൻവിഡിയ 1.5% ഉയർന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഉണ്ടായത്, ഹിൻബർഗ് റിസർച്ച് പുതിയ ഒരു റിപ്പോർട്ട് US ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്കെതിരെ പുറത്തുവിട്ടു. സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന സ്റ്റോക്കിൽ അവർക്ക് ഷോർട്ട് പൊസിഷൻ ഉണ്ട് എന്നും പറയുകയുണ്ടായി. സ്റ്റോക്ക് ഇന്നലെ 2.5% മുകളിൽ ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഒരു മിക്സഡ് ആയ അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ ലെവൽ ക്രോസ് ചെയ്യുമോ എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ GST സ്ലാബ് റീസ്ട്രക്ചറിങ്ങിനായി GST കൗൺസിൽ സെപ്റ്റംബർ 9 യോഗം ചേരും. കൂടാതെ സി എന്റർടൈൻമെന്റും സോണിയും തമ്മിലുള്ള നിയമതർക്കങ്ങൾ പരിഹരിച്ചു. ഇത് സി എന്റർടൈൻമെന്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ്. ഒത്തിരിയേറെ വാർത്തകൾ ഇന്ന് നമുക്ക് പറയാനുണ്ട്. എല്ലാത്തിലേക്കും നമുക്ക് പോകാം. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. GST സ്ലാബ് റീസ്ട്രക്ചറിങ് നമ്മൾ ഏറെ നാളായിട്ട് പ്രതീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ സെപ്റ്റംബർ 9 അതിന്റെ ചർച്ചകൾ ആരംഭിക്കും എന്നൊരു വാർത്ത വരുന്നു. GST കൗൺസിൽ GST നിരക്കുകളുടെ റാഷണലൈസേഷനെ കുറിച്ചും നികുതി സ്ലാബുകളിലെ മാറ്റങ്ങളെക്കുറിച്ചും 2024 സെപ്റ്റംബർ 9 ചർച്ച ചെയ്യും. മോദി സർക്കാർ GST സംവിധാനത്തിന്റെ ഘടനാപരമായ നവീകരണത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. വലിയ മാറ്റം വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് GST സ്ലാബുകളുടെ എണ്ണത്തിലാണ്. നിലവിൽ 4 സ്ലാബുകളാണുള്ളത്. അതായത് 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ് സ്ലാബുകളുള്ളത്. ഇത് 3 സ്ലാബുകളാക്കി കുറയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ഈ നിലവിലെ GST നിരക്കുകൾ അവലോകനം ചെയ്യുകയും നിലവിലെ സ്ലാബുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള സാധ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ഈ മാറ്റങ്ങളൊക്കെ എത്തരത്തിലാണ് എന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ ഏത് രീതിയിലാണ് ബാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്, സി എന്റർടൈൻമെന്റും സോണിയും തമ്മിലുള്ള നിയമതർക്കങ്ങൾ പരിഹരിക്കുന്നു എന്നൊരു വളരെ മുഖ്യമായ വാർത്ത പുറത്തു വന്നു. സോണിയും സി എന്റർടൈൻമെന്റും തങ്ങളുടെ പരാജയപ്പെട്ട $10 ബില്യൺ ലയനവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് പണരഹിത സെറ്റിൽമെന്റിൽ എത്തി. സിംഗപ്പൂർ ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്ററിൽ നിന്നും ഇന്ത്യയുടെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ നിന്നും ഇരു കമ്പനികളും പരസ്പരം അവകാശവാദങ്ങൾ പിൻവലിക്കും. പരസ്പര ബാധ്യതകളില്ലാതെ ഭാവിയിലെ വളർച്ചാ അവസരങ്ങൾ സ്വതന്ത്രമായി പിന്തുടരാൻ 2 കമ്പനികളുടെയും സെറ്റിൽമെന്റുകൾ അനുവദിക്കുന്നു. ഈ ഒരു വാർത്തയെ തുടർന്ന് സ്റ്റോക്ക് ഇന്നലെ 15% നേട്ടമുണ്ടാക്കിയിരുന്നു. ഈ ഒരു സെറ്റിൽമെന്റ് കാരണം സി എന്റർടൈൻമെന്റിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ടായത്, ഇൻവെസ്റ്റേഴ്സിനിടയിലുള്ള കോൺഫിഡൻസ് വർദ്ധിച്ചു. കമ്പനിക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കൈവരും, പക്ഷേ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ വർദ്ധിക്കുകയും ചെയ്യും. ഇത് സി എന്റർടൈൻമെന്റിനെ സംബന്ധിച്ച് പുതിയ ഒരു അവസരം കൂടിയാണ്. ഏതായാലും സ്റ്റോക്ക് ഇന്ന് ഗ്രീനിൽ ഓപ്പൺ ചെയ്യാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം UPLന്റെ ആഗോള യൂണിറ്റ് ഇന്തോനേഷ്യൻ കമ്പനിയായ PTXL മെഗ് ഇൻഡോയുടെ 20% ഓഹരി $6.85 മില്യൺ ഏറ്റെടുത്തു. മറ്റൊരു കമ്പനി PNC ഇൻഫ്രാടെക് ആണ്. 380 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി ഇന്ത്യ മാർട്ട് ഇന്റർമെഷ് ആണ്. IIL ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡറി കമ്പനി സൃഷ്ടിച്ചു. ഈ പുതിയ സ്ഥാപനം ഡിജിറ്റൽ മാർക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബിസിനസ്സുകളെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. മറ്റൊരു കമ്പനി ഗോദ്രേജ് അഗ്രോവെറ്റ് ആണ്. ഗോദ്രേജ് അഗ്രോവെറ്റ് ടൈസൺ ഇന്ത്യ ഹോൾഡിംഗ്സിൽ നിന്ന് ഗോദ്രേജ് ടൈസൺ ഫുഡ് ലിമിറ്റഡിന്റെ 49% അധിക ഓഹരി സ്വന്തമാക്കി. ഗോദ്രേജ് ടൈസൺ ഫുഡ്സ് ലിമിറ്റഡിനെ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമാക്കി മാറ്റുന്നു. മറ്റൊരു കമ്പനി കിർലോസ്കർ ബ്രദേഴ്സ് ആണ്. മഹാരാഷ്ട്രയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് കമ്പനിക്ക് ഒരു കത്ത് ലഭിച്ചു. കമ്പനിയുടെ ഡയറക്ടർമാരുടെയും പ്രധാന മാനേജറിയൽ പേഴ്സണൽസിന്റെയും രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യാൻ ROC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തത് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. 2020 സാമ്പത്തിക വർഷത്തേക്ക് GST പലിശ പിഴ എന്നിവ സഹിതം 429.05 കോടി രൂപ എന്നിവ ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണറിൽ നിന്ന് കമ്പനിക്ക് ഒരു ഉത്തരവ് ലഭിച്ചു. അടുത്തത് NBCC ഇന്ത്യയാണ്. കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡർമാർക്കുള്ള ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് പരിഗണിക്കാൻ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഓഗസ്റ്റ് 31 യോഗം ചേരും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ, ബൽറാംപൂർ ചിനി മിൽസ്, ബിർള സോഫ്റ്റ്, ഇന്ത്യ സിമന്റ്സ് തുടങ്ങിയവയാണ്. ഇനി എല്ലാ ദിവസവും നമ്മുടെ ലൈവ് സെഷൻ ഉള്ളത് രാവിലെ 11 മണിയോടുകൂടിയാണ്. 3:30 വരെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും.
അപ്പോൾ എല്ലാവരും ആ ലൈവ് സെഷൻ കാണാൻ ശ്രമിക്കുക. കാരണം ഒത്തിരിയേറെ വാല്യുബിൾ ആയ ഇൻഫർമേഷൻസ് നമ്മളവിടെ കൊടുക്കാറുണ്ട്. ഇനി സ്റ്റുഡൻസിന് ഒരുപക്ഷെ നമ്മുടെ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നിഫ്റ്റി ഫ്ലാറ്റായ രീതിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. റിലയൻസ്, FMCG എന്നിവ നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റ്സ് ഔട്ട് പെർഫോം ചെയ്തു. മിഡ് ക്യാപ് 0.5% ഉയർന്നു. നിഫ്റ്റി 50യിലെ 8 സ്റ്റോക്കുകൾ ഇന്നലെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ശ്രീറാം ഫിനാൻസ്, സൺ ഫാർമ, HCL ടെക് എന്നിവയാണ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തത്. സി എന്റർടൈൻമെന്റ് സോണിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതോടെ സ്റ്റോക്ക് 15% ഉയർന്നു. മുത്തൂറ്റ് ഫിനാൻസ് 3% ഉയർന്നത്. ശില്പ മെഡിക്കെയർ 4% ഉയർന്നു. JSW ഇൻഫ്ര ജെഫ്രീസ് ബൈക്കോൾ നൽകിയതോടെ 7% ഉയർന്നു. മെഡി അസിസ്റ്റിന്റെ പാരാമൗണ്ട് TPA അക്വിസിഷൻ ഇന്നലെ നമ്മൾ രാവിലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ്. സ്റ്റോക്ക് 8% ഉയർന്നു. ഓല ഇലക്ട്രിക് തുടർച്ചയായ 6ാമത്തെ ദിവസവും ഇടിഞ്ഞു. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്ത് നിഫ്റ്റിയിലേക്ക്. ഓൾ ടൈം ഹൈയിൽ നല്ല റെസിസ്റ്റൻസ് തന്നെയായിരുന്നു ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇന്നലെ 25,073 എന്ന ഹൈ ടച്ച് ചെയ്തെങ്കിലും ഓൾ ടൈം ഹൈ ലെവൽ ക്രോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 25,017-ൽ 7 പോയിന്റ്സ് മാത്രം ഉയർന്നാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബിയറിഷ് ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു റെക്കോർഡ് ലെവലിലാണ് ഇത്തരത്തിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 25,100 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ്, നല്ല വോളിയത്തോടു കൂടിയുള്ള ഒരു ക്ലോസിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഇനിയും നല്ല ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ ലഭിക്കും എന്ന് നമുക്ക് വിലയിരുത്താം. അത് ഏകദേശം 25,200 മുതൽ 25,300 വരെയൊക്കെ പോകാനും സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 24,850 മുതൽ 870 വരെയുള്ള ഒരു ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ 26,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000-ആണ്. 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായി 25,000-ൽ 6% മാത്രം വർധനമാണ് പുട്ട് സൈഡിൽ. ചെറിയൊരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 23% വർധനമാണ് കോൾ സൈഡിൽ കാണുന്നത്. അതായത് കുറച്ചുകൂടി ഒരു ശക്തമായ ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തതായി 24,950 സ്ട്രൈക്കിൽ 16% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 14% ഇടിവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. അടുത്തത് 25,050 സ്ട്രൈക്കിൽ 38% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. 80% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് 24,950-ൽ നല്ല സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ 25,000-ലും 25,050 സ്ട്രൈക്കിലും കോൾ സെല്ലേഴ്സാണ്. അതായത് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,278-ൽ 130 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ എടുത്ത് പരിശോധിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഇന്നലെയും കാണാമായിരുന്നു. ഏതായാലും ഷോർട്ട് ടേമിലേക്ക് ബാങ്ക് നിഫ്റ്റി പോസിറ്റീവായി തന്നെ തുടരുന്നു. കാരണം പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകളായിട്ടുള്ള 20, 10, 50 EMAയ്ക്ക് മുകളിലായിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇന്നലെ പ്രധാനപ്പെട്ട 20 ഹവർ മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയും കണ്ടു. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം 52,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000-ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 50,500 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.70 എന്ന നിലയിൽ 0.72% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. അതായത് തുടർച്ചയായ 2 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1,503 രൂപയ്ക്ക് ഇന്നലെ ബൈ ചെയ്തു. അതായത് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് അവർ ബൈയിങ്ങിൽ നിലകൊള്ളുന്നത്. DIS ആണ് ഇന്നലെ ഒരു സെല്ലിങ്ങിലേക്ക് പോയത്. 604 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. FIS ബൈയിങ് മോഡിലുള്ളത് വളരെ നല്ല കാര്യമായി തന്നെ കാണണം. US മാർക്കറ്റിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ NVIDIAയുടെ റിസൾട്ടുകൾക്ക് മുന്നോടിയായി US-ലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. S&P 500-ഉം നാസ്ഡാക്കും 0.16% നേട്ടത്തിലും ഡൗ ജോൺസ് 0.02% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇന്നലെ US-ൽ NVIDIA ഏകദേശം 1.5% നേട്ടമുണ്ടാക്കി.
എൻവിഡിയയുടെ സ്റ്റോക്കുകൾ 2024 ഏകദേശം 160% ഉയർന്നത്. AI സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒന്നാണ് എൻവിഡിയ. മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ 0.4% ഉയർന്നു, ആമസോൺ 1.4% ഇടിഞ്ഞു, ടെസ്ലയും 2% അടുത്ത് ഇടിയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ഹിൻബർഗ് റിസർച്ച് ഇന്നലെ US ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്കെതിരെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന കമ്പനിക്കെതിരെയാണ് അവർ ഒരു ഷോർട്ട് പൊസിഷൻ ഉണ്ട് എന്നൊരു വാർത്ത പുറത്തുവിട്ടത്. സ്റ്റോക്ക് ഏകദേശം 2.5% മുകളിൽ ഇടിഞ്ഞു. ഇനി S&P 500ലെ 11 സെക്ടറുകളിൽ 6 സെക്ടറുകളും ഇന്നലെ നേട്ടമുണ്ടാക്കി. അതിൽ IT സെക്ടർ 0.63% ഉയർന്നു, ഫിനാൻഷ്യൽസ് 0.48% ഉയർന്നു. ഇനി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായി കാണുന്നത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ്. വെള്ളിയാഴ്ചയാണ് ഡാറ്റ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ലേബർ മാർക്കറ്റ് വീക്കായതോടെ US റിസഷനുള്ള സാധ്യത UBS പറയുന്നത് 20% നിന്ന് 25% ഉയർത്തി എന്ന് പറയുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.60% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.16% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.15% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 0.13% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.89% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.02% ഇടിവിലും S&P 500 0.10% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ടെക് സ്റ്റോക്കുകൾ ഇപ്പോൾ 0.30% ഇടിവിലാണുള്ളത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ യൂറോപ്യൻ വിപണി മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.21% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.35% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.32% ഇടിവിലും, പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.23% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ അവിടെ ട്രാവൽ സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത്, 0.9% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.03% നേട്ടത്തിൽ, CAC 0.04% ഇടിവിൽ, FTSE 0.01% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഓസ്ട്രേലിയയുടെ ജൂലൈയിലെ പണപ്പെരുപ്പ സംഖ്യകൾക്ക് മുന്നോടിയായി ഏഷ്യ പസഫിക് വിപണികൾ ബുധനാഴ്ച താഴ്ന്ന നിലയിലാണ് ആരംഭിച്ചത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 25,006 എന്ന നിലയിലാണ്. 3.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് നിഫ്റ്റിയിൽ 5 മുതൽ 10 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അതായത് ഏറെക്കുറെ മ്യൂട്ടഡ് ആയ ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് ഇന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 0.13% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.38% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.23% നേട്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.26% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് വലിയ ഫ്ലക്ച്വേഷൻസ് ആണ് ഓയിൽ പ്രൈസുകളിൽ ഈ സമീപ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപെക് അംഗമായ ലിബിയ ഉൽപ്പാദനവും കയറ്റുമതിയും നിർത്തിവെക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഓയിൽ പ്രൈസുകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ രീതിയിൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഇന്നലെ 2% മുകളിൽ ഇടിയുകയാണ് ഓയിൽ പ്രൈസുകൾ സംഭവിച്ചത്. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $79.09 പെർ ബാരൽ എന്ന നിലയിലാണ്, 0.23% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $75.94 പെർ ബാരൽ എന്ന നിലയിലാണ്, 0.54% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ഷെയർ ചെയ്ത എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.